അടുത്ത ദിവസം തന്റെ അമ്മയെ ദിവസങ്ങളായി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ഒറ്റയ്ക്ക് താമസിക്കുന്ന അവർക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു യുവതിയിൽ നിന്നും പരാതി ലഭിച്ചതിനെ തുടർന്ന് അതേക്കുറിച്ച് അന്വേഷിക്കാൻ ആ സ്ത്രീ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് ബോബി എന്ന പോലീസ് ഓഫീസർ. നഗരത്തിനു പുറത്തുള്ള മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ആ വീട്ടിലെത്തിയ ബോബി പലതവണ ഡോറിൽ മുട്ടിയെങ്കിലും ആരും വാതിൽ തുറന്നില്ല. അതോടെ വീടിനകത്ത് കയറാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബോബി ജനൽ വഴി നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. സാന്റാ മ്യൂട്ടെ എന്ന മരണത്തിന്റെ ദേവന്റെ പ്രതിമയും അതിനടുത്ത് വെച്ചിരിക്കുന്ന വാൾട്ടിന്റെ ചിത്രവും. എന്നാൽ അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് വീടിന് പുറത്ത് ഒരു ബാത്റൂം ശ്രദ്ധിക്കുന്ന ബോബി അതിനടുത്തേക്ക് പോയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അവൻ അന്വേഷിച്ചു വന്നിരിക്കുന്ന ആ സ്ത്രീയെ ആരോ അവിടെ കൊന്നിട്ടിരിക്കുന്നു. ഭയന്നുപോയ ബോബി ഉടൻ തന്നെ തന്റെ വണ്ടിയിലെ വയർലെസ് വഴി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. താൻ അന്വേഷിച്ചു വന്ന സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടുതൽ പോലീസുകാരെ ഉടൻ തന്നെ അങ്ങോട്ട് അയക്കാനും അവൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും വീടിന്റെ വാതിൽ തുറന്ന് ലിയോണൽ പുറത്തേക്ക് വന്നു. അവനോട് കീഴടങ്ങാൻ ബോബി ആവശ്യപ്പെട്ടെങ്കിലും പിന്നിലൂടെ വന്ന മാർക്കോ ബോബിയെ തന്റെ കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി. വാൾട്ടിനെ കൊന്ന് തങ്ങളുടെ പ്രതികാരം പൂർത്തിയാക്കുന്നതുവരെ താമസിക്കാൻ ആ വീട് അവർ കയ്യേറിയതായിരുന്നു. അതേസമയം ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെച്ച് വീട് വിട്ടിറങ്ങിയ വാൾട്ട് ഒരു പുതിയ അപ്പാർട്ട്മെന്റ് റെന്റിനെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനായി ഒരു ബ്രോക്കറെ കാണുന്ന വാൾട്ട് അയാളുമായി സംസാരിച്ചു. മുഴുവനായും ഫേർണിഷ് ചെയ്ത ഒരു മോഡൽ വാൾട്ടിന് കാണിച്ചു കൊടുക്കുന്ന അയാൾ അതേ ഫ്ലോറിൽ വേറെ അപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്നും അതാണ് ഒഴിവുള്ളതെന്നും പറഞ്ഞു. എന്നാൽ തനിക്കിത് തന്നെ മതിയെന്ന് വാൾട്ട് പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ മാത്രമാണെന്ന് അയാൾ പറഞ്ഞു. ഈ ലോകത്ത് പണമെറിഞ്ഞാൽ കിട്ടാത്തതായി ഒന്നുമില്ലെന്ന് പറയുന്ന വാൾട്ട് അത് തന്നെ വേണമെന്ന് അയാളോട് ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടെന്നുള്ള ആത്മവിശ്വാസം വാൾട്ടിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അപ്പോഴേക്കും ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി സ്കൈലർ വാൾട്ടിനെ വിളിച്ചു. നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം മകനോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് സ്കൈലർ വാൾട്ടിനോട് ചോദിച്ചു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവൻ അറിയാമെന്നും അതുകൊണ്ട് തന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും വാൾട്ട് മറുപടി നൽകി. ശേഷം സ്കൈലർ ഡിവോഴ്സ് പേപ്പറിൽ വാൾട്ട് മുന്നോട്ട് വെച്ച ചില നിബന്ധനകളെക്കുറിച്ച് സംസാരിച്ചു. കുട്ടികളുടെ മെഡിക്കൽ ചിലവുകൾ, താമസം, ഭക്ഷണം, യാത്രാ ചിലവുകൾ, വിദ്യാഭ്യാസം, വസ്ത്രം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കുമുള്ള പണം താൻ നൽകിക്കൊള്ളാമെന്ന് വാൾട്ട് അതിൽ പറഞ്ഞിരുന്നു. എന്നാൽ മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ടതില്ലെന്ന് സ്കൈലർ ഉറപ്പിച്ചു പറഞ്ഞു. അതിന് മറുപടി നൽകുന്നതിനു പകരം വാൾട്ട് അവളോട് ഒരു കാര്യം ചോദിച്ചു. കഴിഞ്ഞ 6 മാസമായി നീയും ഞാനും മക്കളും അടങ്ങുന്ന കുടുംബം എങ്ങനെയാണ് പട്ടിണിയില്ലാതെ ജീവിച്ചതും ബില്ലുകൾ അടച്ചതുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന് അവൾക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ വാൾട്ട് ഫോൺ കട്ട് ചെയ്തു. അതേസമയം ബാഡ്ജർ, സ്കിന്നി എന്നിവരോടൊപ്പം തന്റെ വീട്ടിലിരിക്കുകയാണ് ജെസ്സി. അവർ കടിക്കാൻ താൻ ഉണ്ടാക്കിയ മെത്ത് നൽകുന്ന ജെസ്സി അതൊന്ന് ഉപയോഗിച്ച ശേഷം സാധനം എങ്ങനെയുണ്ടെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റീഹാബിൽ പോയി എല്ലാം നിർത്തിയ നീ വീണ്ടും അടി തുടങ്ങിയോ എന്ന് സ്കിന്നി ചോദിച്ചപ്പോൾ താൻ അതിനുശേഷം അടിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കച്ചവടം മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞു. ശേഷം ആ സാധനം അടിക്കുന്ന ബാഡ്ജർ അത് അടിപൊളി സാധനമാണെന്ന് ജെസ്സിയോട് പറഞ്ഞു. അതോടെ ജെസ്സി തന്റെ യഥാർത്ഥ പ്ലാൻ അവരുമായി പങ്കുവച്ചു. വാൾട്ടുമായി പിരിഞ്ഞതോടെ കച്ചവടത്തിൽ തന്നെ സഹായിക്കാൻ ജെസ്സിക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ അവരെ വീണ്ടും വിളിച്ചു വരുത്തിയത്. പഴയതുപോലെ നമുക്ക് കച്ചവടം തുടങ്ങണമെന്ന് ജെസ്സി പറഞ്ഞപ്പോൾ കോംബോയുടെ മരണം നൽകിയ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ലെന്നും അതുപോലൊരു ദുരന്തം നമ്മൾ വീണ്ടും വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നും സ്കിന്നി ചോദിച്ചു. എന്നാൽ പഴയതുപോലെ പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഓടി നടന്ന് കച്ചവടം ചെയ്യേണ്ടതില്ലെന്നും നമുക്ക് ആവശ്യമായ പണമുണ്ടാക്കാൻ മാത്രമാണെന്നും അവരോട് പറയുന്ന ജെസ്സി തന്റെ പ്ലാൻ അവരോട് വിശദീകരിച്ചു. ആദ്യം നമ്മൾ കുറച്ചധികം സാധനമുണ്ടാക്കി സ്റ്റോക്ക് ചെയ്യണം. അതിനായി ലാബ് സെറ്റ് ചെയ്ത വാൻ അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് ഏത് പ്രതിസന്ധിയിലും ഓടുന്ന കണ്ടീഷനിലാക്കണം. നിലവിൽ ബാഡ്ജറിന്റെ കസിൻ ക്ലോവിസിന്റെ ഗ്യാരേജിലുള്ള വണ്ടി അവിടെ വെച്ച് തന്നെ പണിയിപ്പിച്ച് എല്ലാം ശരിയാക്കാൻ ജെസ്സി ബാഡ്ജറിനെ ഏൽപ്പിച്ചു. മെത്തുണ്ടാക്കാനുള്ള കെമിക്കലുകളും മറ്റും വാങ്ങാനുള്ള ലിസ്റ്റ് സ്കിന്നിക്ക് കൊടുക്കുന്ന ജെസ്സി അതെല്ലാം കൃത്യമായി വാങ്ങി തന്റെ വീട്ടിലെത്തിക്കാൻ അവനെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ 3 പേരും വീണ്ടും ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച സന്തോഷത്തിൽ ഓരോരുത്തരുടെ ജോലികൾ ചെയ്യാനായി പുറത്തേക്കിറങ്ങി. എന്നാൽ കോംബോയുടെ വീട്ടിൽ നിന്നും ജെസ്സിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ഹാങ്ക് ഹൈസൻബർഗിലേക്ക് എത്താനുള്ള ഏക വഴി ജെസ്സിയാണെന്ന് മനസ്സിലാക്കി റോഡിന്റെ മറുവശത്തിരുന്ന് അവനെയും കൂട്ടുകാരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതേസമയം വാൾട്ട് തന്റെ പുതിയ ജോലിക്ക് പോകാൻ തയ്യാറെടുത്തു. മകനെ സ്കൂളിൽ വിട്ട ശേഷം ജോലിക്ക് പോകാൻ തീരുമാനിച്ച വാൾട്ട് അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ഡിവോഴ്സിനെ കുറിച്ചും അവനോട് സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനം മാറ്റാൻ തനിക്ക് കഴിയില്ലെന്ന് പറയുന്ന മകൻ മനസ്സിലെ കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടിയാണോ എന്നെ ദിവസവും സ്കൂളിൽ വിടാൻ വരുന്നതെന്ന് വാൾട്ടിനോട് ചോദിച്ചു. തനിക്ക് കുറ്റബോധമുണ്ടെന്ന് സമ്മതിക്കുന്ന വാൾട്ട് മകനോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. തൽക്കാലം നമ്മൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യം നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നുമെങ്കിലും കുടുംബത്തിന്റെ ഭാവി
ഭാവിയെപ്പറ്റി മുമ്പെങ്ങും തോന്നാത്ത പ്രതീക്ഷയാണ് തനിക്കിപ്പോൾ ഉള്ളതെന്നും ധൈര്യമായിരിക്കാനും വാൾട്ട് അവനെ ഉപദേശിച്ചു. മകനെ സ്കൂളിൽ വിട്ട ശേഷം വാൾട്ട് നേരെ പോയത് തന്റെ പുതിയ ജോലിസ്ഥലമായ ഗസിന്റെ ലൗണ്ടറിയിലേക്കാണ്. അവിടുത്തെ രഹസ്യ വഴിയിലൂടെ ലാബിലെത്തിയ വാൾട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. വാൾട്ടിന് ജോലി ചെയ്യാൻ തക്കവണ്ണം എല്ലാ ഉപകരണങ്ങളും വൃത്തിയായി അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ "നിങ്ങളാണോ വാൾട്ട് വൈറ്റ്?" എന്ന് ചോദിച്ചു. അതെ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങിയ വാൾട്ട് അയാളെ പരിചയപ്പെട്ടു. ജെസ്സിക്ക് പകരം വാൾട്ടിന്റെ അസിസ്റ്റന്റായി ഗസ് നിയമിച്ച ഗെയിൽ ആയിരുന്നു അത്. വാൾട്ടിനോട് തന്റെ മേലുദ്യോഗസ്ഥനോടെന്ന പോലെ വളരെ ബഹുമാനത്തോടെയാണ് ഗെയിൽ പെരുമാറിയത്. ജോലി തുടങ്ങുന്നതിനു മുൻപായി തന്റെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും അയാൾ വാൾട്ടിനെ കാണിച്ചു. കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓർഗാനിക് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗെയിൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്ന മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിയായിരുന്നു. തന്നെ പോലെ കെമിസ്ട്രിയെ സ്നേഹിക്കുന്ന ഒരാളെ തന്റെ അസിസ്റ്റന്റായി ലഭിച്ചതിൽ വാൾട്ടിന് അതിയായ സന്തോഷം തോന്നി. അവിടെ വെച്ച് ഗെയിൽ സ്വന്തമായി നിർമ്മിച്ച ഒരു മെഷീൻ വാൾട്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു കോഫി മേക്കർ ആയിരുന്നു. കോഫി ഉണ്ടാക്കുമ്പോൾ അതിലെ ക്വിനിക് ആസിഡിന്റെ അളവ് കൃത്യമായി നിലനിർത്താനും കൂടുതൽ തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കയ്പ് ഒഴിവാക്കാനും സാധിക്കുന്ന ഒന്നായിരുന്നു ആ മെഷീൻ. അതിൽ തയ്യാറാക്കിയ കോഫി കുടിച്ചു നോക്കിയ വാൾട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. തന്റെ ജീവിതത്തിൽ കുടിച്ച ഏറ്റവും മികച്ച കോഫി എന്നാണ് വാൾട്ട് അതിനെ വിശേഷിപ്പിച്ചത്. ശേഷം അവർ രണ്ടുപേരും ഒട്ടും സമയം കളയാതെ ജോലിയിലേക്ക് കടന്നു. കെമിസ്ട്രിയെ അഗാധമായി പ്രണയിക്കുന്ന രണ്ടുപേരും വളരെ ശ്രദ്ധയോടെ ആസ്വദിച്ചുകൊണ്ട് ആ ജോലി ചെയ്തു. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ലഭിക്കാവുന്നതിലും വെച്ച് ഏറ്റവും മികച്ചതും പ്യൂരിറ്റി ഉള്ളതുമായ മെത്ത് അവർ ഉണ്ടാക്കിയെടുത്തു. ജോലി ചെയ്യുമ്പോൾ കെമിസ്ട്രിയിലെ പല അറിവുകളും അവർ തമ്മിൽ പരസ്പരം പങ്കുവച്ചു. "ഇത്രയും അറിവുള്ള നീ എന്തിനാണ് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വന്നതെന്ന് വാൾട്ട് ഗെയിലിനോട് ചോദിച്ചു. മനുഷ്യരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവരുടെ ആരോഗ്യത്തെയും മാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രായപൂർത്തിയായ ഒരാൾക്ക് ലഹരി ആവശ്യമാണെങ്കിൽ അത് നൽകണമെന്നാണ് എന്റെ പക്ഷം. എന്നാൽ അത് ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിച്ച് വിഷാംശമില്ലാതെ അവർ നൽകുന്ന പണത്തിന് മൂല്യമുള്ളതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇന്ന് നഗരത്തിന്റെ മുക്കിലും മൂലയിലും ലഭ്യമായ വിഷം കലർന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് ഒരു തലമുറ തന്നെ പതിയെ ഇല്ലാതാവുമെന്നായിരുന്നു ഗെയിലിന്റെ ന്യായം. മാത്രമല്ല, കൊളറാഡോയിൽ ജോലി ചെയ്തിരുന്ന കാലം തനിക്ക് അവിടെ കെമിസ്ട്രിയേക്കാൾ കൂടുതൽ അധികാരികളെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടി വന്നത്. എന്നാൽ കെമിസ്ട്രി തനിക്ക് എപ്പോഴും ഒരു മാജിക് പോലെയാണെന്നും അതുകൊണ്ടാണ് താൻ ലാബിലേക്ക് തന്നെ തിരിച്ചു വന്നതെന്നും ഗെയിൽ പറഞ്ഞു. കെമിസ്ട്രി ഒരു മാജിക് തന്നെയാണെന്ന് സമ്മതിക്കുന്ന വാൾട്ട് അവനോടൊപ്പം അല്പം വൈൻ കഴിച്ച ശേഷം അന്നത്തെ ജോലി അവസാനിപ്പിച്ചു. അതേസമയം ഹാങ്ക് ജെസ്സിയുടെ വീടിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അവൻ പുറത്തേക്ക് പോകുമ്പോൾ അവന്റെ പിന്നാലെ പോയി അവൻ ആരെയൊക്കെ കാണുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ അറിയാനായിരുന്നു ഹാങ്കിന്റെ ശ്രമം. പെട്ടെന്ന് ഹാങ്കിന് മേരിയുടെ കോൾ വന്നു. എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്നും ആ വാനിന്റെ കാര്യം എന്തായെന്നും അവൾ ചോദിച്ചു. താൻ അതിന്റെ അന്വേഷണത്തിലാണെന്നും അവൻ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടെന്നും ഹാങ്ക് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ വിവരങ്ങളും ലഭിക്കില്ലേ എന്ന് അവൾ ചോദിച്ചു. എന്നാൽ മുഴുവൻ തെളിവുകളോടെ അല്ലാതെ അവനെ പിടിച്ചാൽ അവൻ എളുപ്പത്തിൽ പുറത്തിറങ്ങുമെന്ന് പറയുന്ന ഹാങ്ക് ആ വാനുമായി തന്നെ അവനെ പിടികൂടണമെന്നും അതിന് അവനെ പിന്തുടരുകയല്ലാതെ വേറെ വഴിയില്ലെന്നും പറഞ്ഞു. അപ്പോഴാണ് മേരിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. മുൻപ് ഇതേ ജെസ്സിയാണ് വാൾട്ടിന് കഞ്ചാവ് നൽകിയതെന്ന് സ്കൈലർ പറഞ്ഞിരുന്നുവെന്നും ഒരു പക്ഷേ വാൾട്ടിനെ വിളിച്ചാൽ അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അതോടെ വാൾട്ടിനെ വിളിക്കുന്ന ഹാങ്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാനാണ് താൻ വിളിച്ചതെന്ന് പറഞ്ഞു. "മുൻപ് നിനക്ക് കഞ്ചാവ് തന്നിരുന്ന ജെസ്സിയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ഹാങ്ക് വാൾട്ടിനോട് ചോദിച്ചു. എന്താണ് പ്രശ്നമെന്ന് വാൾട്ട് ചോദിച്ചപ്പോൾ ഹാങ്ക് കാര്യങ്ങൾ വിശദമാക്കി. അവനിപ്പോൾ കഞ്ചാവ് കച്ചവടമെല്ലാം നിർത്തി ഒരു വാനിൽ ലാബ് സെറ്റ് ചെയ്ത് വലിയ രീതിയിൽ ക്രിസ്റ്റൽ മെത്ത് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയെന്നും ആ ലാബ് അടങ്ങുന്ന വാൻ ലഭിച്ചാൽ അവനെ അകത്താക്കാൻ എളുപ്പമാണെന്നും പറഞ്ഞു. നിലവിൽ അവനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന വാൾട്ട് ജെസ്സിയും ആ വാനും ഹാങ്കിന്റെ കയ്യിൽപ്പെട്ടാൽ താൻ അകത്താകുമെന്ന സത്യം ഞെട്ടലോടെ മനസ്സിലാക്കി. ഉടനെ സോളിനെ വിളിക്കുന്ന വാൾട്ട് തന്റെ അളിയൻ ഹാങ്ക് മെത്ത് ലാബ് അടങ്ങുന്ന ജെസ്സിയുടെ വാൻ അന്വേഷിക്കുന്നുണ്ടെന്നും അതെങ്ങാനും അവൻ കണ്ടെത്തിയാൽ അതിലുള്ള വിരലടയാളങ്ങൾ വെച്ച് എല്ലാവരും അകത്താകുമെന്നും പറഞ്ഞു. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ വാൻ നമ്മൾ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ചോദിച്ച് സോൾ വാൾട്ടിനോട് തർക്കിച്ചു. അതോടെ ജെസ്സി വാൻ സൂക്ഷിക്കുന്നത് ക്ലോവിസിന്റെ ഗ്യാരേജിലാണെന്നറിയാമായിരുന്ന വാൾട്ട് നേരെ അങ്ങോട്ട് പോയി. അവിടെ ബാഡ്ജറും ക്ലോവിസും ചേർന്ന് വണ്ടി റിപ്പയർ ചെയ്യുകയാണ്. അവിടെ എത്തിയ വാൾട്ട് ഈ വണ്ടി പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഓടിക്കാൻ പാകമാക്കിയതിനു ശേഷം ഏതെങ്കിലും മരുഭൂമിയിൽ എത്തിച്ച് കത്തിച്ച് കളയണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. അത് കേട്ട് ഭയന്ന ക്ലോവിസ് അവരോട് വണ്ടിയുമായി അവിടെ നിന്നും എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് ഈ വണ്ടി പിടിച്ചാൽ നീയും കുടുങ്ങുമെന്ന് വാൾട്ട് പറഞ്ഞതോടെ ക്ലോവിസ് ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചു. വണ്ടികൾ പൊളിച്ചു വിൽക്കുന്ന ജോസഫ് എന്നൊരാളെ തനിക്കറിയാമെന്നും വണ്ടി നമുക്ക് അവിടേക്ക് എത്തിക്കാമെന്നും പറഞ്ഞു. എന്നാൽ ഈ വിവരങ്ങളെല്ലാം ബാഡ്ജർ ജെസ്സിയെ വിളിച്ചറിയിച്ചു. തന്റെ കച്ചവടം ഇല്ലാതാക്കാൻ വാൾട്ട് കളിക്കുന്ന
കളിക്കുന്ന നാടകമാണിതെല്ലാം എന്ന് ചിന്തിക്കുന്ന ജെസ്സി തന്റെ വണ്ടിയുമായി നേരെ വണ്ടി പൊളിക്കാൻ കൊണ്ടുപോയ ഗ്യാരേജിലേക്ക് പോയി. അത്രയും നേരം ജെസ്സി പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഹാങ്ക് അവന്റെ പിന്നാലെ തന്റെ വണ്ടിയുമായി കുതിച്ചു. അപ്പോഴേക്കും ജോയുടെ ഗ്യാരേജിലെത്തിയ വാൾട്ട് അതിലെ വിരലടയാളങ്ങൾ മുഴുവൻ മായ്ക്കണമെന്നും ഒരിക്കലും തെളിവുകൾ ബാക്കിയാവാത്ത വിധം വണ്ടി പൊളിക്കണമെന്നും ജോയോട് പറഞ്ഞു. വണ്ടി പൂർണ്ണമായും പൊളിച്ച് കഷ്ണങ്ങളാക്കി ചൈനയിലേക്ക് കയറ്റി അയക്കുമെന്നും അതോടെ യാതൊരു തെളിവും ബാക്കിയുണ്ടാകില്ലെന്നും ജോ വാൾട്ടിന് ഉറപ്പു നൽകി. ശേഷം താൻ ആദ്യമായി മെത്തുണ്ടാക്കിയതടക്കം നല്ലതും ചീത്തയുമായ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആ വണ്ടിയുടെ ഉൾവശം ഒരു നൊസ്റ്റാൾജിയ എന്ന പോലെ വാൾട്ട് അവസാനമായി നടന്നു കണ്ടു. അപ്പോഴേക്കും അവിടെ എത്തിയ ജെസ്സി തന്റെ വണ്ടി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വാൾട്ടുമായി തർക്കിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തിനാണ് വാൻ പൊളിക്കുന്നതെന്നും വാൾട്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴേക്കും ജെസ്സിയുടെ പിന്നാലെ വന്ന ഹാങ്ക് അവിടെ എത്തിയിരുന്നു. അതോടെ ജെസ്സിയും വാൾട്ടും ആ വാനിനുള്ളിൽ പെട്ടു. വന്നയുടനെ വാനിന്റെ അടുത്തെത്തിയ ഹാങ്ക് അതിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ ജോസഫ് ഇത് തന്റെ ഗാരേജ് ആണെന്നും വാറണ്ട് ഇല്ലാതെ വണ്ടികൾ പരിശോധിക്കാൻ താൻ സമ്മതിക്കില്ലെന്നും ഹാങ്കിനോട് പറഞ്ഞു. എന്നാൽ താനൊരു പോലീസ് ഓഫീസർ ആണെന്നും കൃത്യമായ കാരണമുണ്ടെങ്കിൽ ഒരു വാഹനം പരിശോധിക്കാൻ തനിക്ക് വാറന്റിന്റെ ആവശ്യമില്ലെന്നും ഹാങ്ക് പറഞ്ഞെങ്കിലും ജോ അതിനെ നിയമപരമായി നേരിട്ടു. ഈ വാൻ വെറും ഒരു വാഹനമല്ലെന്നും അതൊരു താമസ സ്ഥലം കൂടിയാണെന്നും നിയമപ്രകാരം ഇതിൽ പരിശോധന നടത്താൻ വാറന്റ് നിർബന്ധമാണെന്നും ജോ വാദിച്ചു. അതോടെ വണ്ടിയുടെ പുറത്ത് മറച്ചുവെച്ച വെടിയുണ്ടകൾ കൊണ്ട പാടുകൾ കാണിക്കുന്ന ഹാങ്ക് ഈ കാരണം തന്നെ തനിക്ക് ധാരാളമാണെന്ന് ജോയോട് പറഞ്ഞു. അതോടെ ഹാങ്ക് ഉള്ളിലേക്ക് കയറുമോ എന്ന് ഭയന്ന വാൾട്ട് ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഈ വാഹനം തന്റെ സ്വകാര്യ സ്വത്തായതിനാൽ വാറന്റ് ഇല്ലാതെ താൻ പുറത്തിറങ്ങുകയോ വാതിൽ തുറക്കുകയോ ചെയ്യില്ലെന്ന് ഹാങ്കിനോട് പറയാൻ വാൾട്ട് ജെസ്സിയോട് പറഞ്ഞു. ജെസ്സി അങ്ങനെ പറഞ്ഞാൽ ഹാങ്ക് വാറന്റ് എടുക്കാൻ പോകുമെന്നും അപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാമെന്നായിരുന്നു വാൾട്ടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പിന്മാറാൻ ഹാങ്ക് തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ എന്റെ ആളുകൾ വാറന്റുമായി ഉടൻ ഇവിടെ എത്തുമെന്നും അതുവരെ നീ അവിടെ തന്നെ ഇരുന്നോ എന്നും പറയുന്ന ഹാങ്ക് ഓഫീസിൽ വിളിച്ച് ജെസ്സിയുടെ പേരിൽ ഒരു വാറന്റുമായി ഉടനെ അവിടെ എത്താൻ ആവശ്യപ്പെട്ടു. അതോടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് വാൾട്ടിന് തോന്നി. ആകെ ഭയന്ന ജെസ്സി വാൾട്ടിനോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുറച്ചുനേരം ആലോചിച്ച ശേഷം സോളിനെ വിളിക്കുന്ന വാൾട്ട് ഹാങ്കിന്റെ ഫോണിലേക്ക് വിളിച്ച് അവന്റെ ഭാര്യ മേരി അപകടത്തിൽപ്പെട്ട് സീരിയസ് ആണെന്നും എത്രയും പെട്ടെന്ന് നഗരത്തിലെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് വരാൻ പറയാനും ആവശ്യപ്പെട്ടു. കുറച്ചു സമയത്തിനുള്ളിൽ ഹാങ്കിന്റെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞ് ഒരു കോൾ വന്നു. നിങ്ങളുടെ ഭാര്യ മേരിയുടെ അവസ്ഥ ഗുരുതരമാണെന്നും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണമെന്നും അവർ പറയുന്നത് കേട്ട ഹാങ്ക് പരിഭ്രാന്തനായി. മറ്റൊന്നും ചിന്തിക്കാതെ ഹാങ്ക് നേരെ അവർ പറഞ്ഞ ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങി. ഹാങ്ക് പോയ ശേഷം വാൾട്ടും ജെസ്സിയും പുറത്തിറങ്ങി. ഒട്ടും സമയം കളയാതെ അവർ ആ വണ്ടി പൊളിച്ചില്ലാതാക്കി. തന്റെ അവസാന പ്രതീക്ഷയായ ആ വണ്ടി ഇല്ലാതാവുന്നത് സങ്കടത്തോടെ ജെസ്സി കണ്ടുനിന്നു. അപ്പോഴേക്കും ആശുപത്രിയിലെത്തിയ ഹാങ്ക് മേരിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മേരി ഹാങ്കിനെ വിളിച്ചു. താൻ വീട്ടിലെത്തിയെന്നും അത്താഴത്തിന് എന്താണ് വേണ്ടതെന്നും അവൾ ചോദിച്ചു. അതോടെ അവർ സമർത്ഥമായി തന്നെ കബളിപ്പിച്ചു എന്ന സത്യം ഹാങ്ക് കടുത്ത ദേഷ്യത്തോടെ മനസ്സിലാക്കി. അതേസമയം ഗസ്സിനെ കാണാനായി ലിയോണലും മാർക്കോയും പോളോസിലെത്തി. തന്റെ ജോലിക്കാർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ഗസ് അവരെ അറിയാത്തതായി ഭാവിച്ചു. എന്നാൽ പോകാൻ തയ്യാറാകാതെ അവർ അവിടെ തന്നെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്ന മാനേജർ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചതും അവർക്കിടയിലേക്ക് വന്ന ഗസ് ഇത് താൻ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ തിരിച്ചയച്ചു. ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഗസ് അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നായിരുന്നു അവരുടെ മറുപടി. നമുക്ക് വൈകുന്നേരം പുറത്തു വെച്ച് കാണാമെന്നും ബാക്കി കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കാമെന്നും പറഞ്ഞ് ഗസ് അവരെ പറഞ്ഞയച്ചു. അന്ന് വൈകുന്നേരം നഗരത്തിനു പുറത്തുള്ള മരുഭൂമിയിൽ വെച്ച് ഗസ് വീണ്ടും അവരെ കണ്ടു. നേരത്തെ ബോൾസയുമായി സംസാരിച്ചപ്പോൾ തന്റെ ആവശ്യം കഴിയുന്നതുവരെ വാൾട്ടിനെ കൊല്ലാൻ പാടില്ലെന്ന് താൻ പറഞ്ഞതാണെന്നും നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് കാർട്ടൽ നിയമം ലംഘിക്കുന്നതിന് തുല്യമാണെന്നും ഗസ് അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ തങ്ങൾക്ക് ഇനിയും കാത്തിരിക്കാൻ കഴിയില്ലെന്നും കാർട്ടൽ നിയമങ്ങൾ തെറ്റിച്ചിട്ടായാലും ഞങ്ങൾ അയാളെ കൊല്ലാൻ പോവുകയാണെന്നും അവർ ഗസ്സിനോട് പറഞ്ഞു. ഇത് കേട്ട ഗസ് നിങ്ങളുടെ സഹോദരനായ ടൂക്കോയെ യഥാർത്ഥത്തിൽ കൊന്നത് വാൾട്ട് അല്ലെന്നും അത് ഹാങ്ക് എന്നു പേരുള്ള ഒരു ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞു. എന്നാൽ അത് അവർക്ക് നേരത്തെ അറിയാമെന്നും അമേരിക്കൻ അതിർത്തിക്കുള്ളിൽ വെച്ച് ഒരു പോലീസുകാരനെ കൊല്ലാൻ തങ്ങൾക്ക് അനുവാദമില്ലെന്നും അതുകൊണ്ട് വാൾട്ടിനെ കൊല്ലാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അവർ വീണ്ടും പറഞ്ഞു. പക്ഷേ ഹാങ്ക് തന്റെ അതിർത്തിയിലുള്ള പോലീസുകാരനാണെന്നും അയാളെ കൊല്ലാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകാമെന്നും പറയുന്ന ഗസ് ഹാങ്കിനെ കൊന്ന് വാൾട്ടിനെ വെറുതെ വിടാൻ അവരോട് ആവശ്യപ്പെട്ടു.